നമുക്കറിയാം 100 വർഷത്തെ ചരിത്രമുള്ള ഒരു സ്കൂള്, അതും അർണോസ് പാതിരി സ്ഥാപിച്ച ആ കാലത്തെ ജനങ്ങളെല്ലാം കൂടെ പിരിവെടുത്ത് സ്ഥാപിച്ച ഒരു സ്കൂള്. ആ സ്കൂളിൻ്റെ ഒരു പേരുമാറ്റമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. നമുക്ക് 100 വർഷങ്ങൾക്കിപ്പുറം അതൊരു ഗവൺമെൻറ് ഇടപെട്ട് ഗവൺമെൻറ് സ്കൂളാക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട്, പ്രതികരിക്കാനായിട്ട് PL ലാസർ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തോട് വിശദമായിട്ട് തന്നെ ചോദിക്കാം. സാർ, എന്തുകൊണ്ടാകാം ഇതുപോലൊരു നീക്കത്തിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു നീക്കം ഉണ്ടായത്? എന്തുകൊണ്ടാകാം? ശരിക്കടുത്ത് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 100 വർഷം പിന്നിടുന്ന ഒരു വിദ്യാലയമാണ് പുലിയന്നൂർ സ്കൂൾ എന്ന് പറയുന്ന സ്കൂള്. ഈ സ്കൂളിന്റെ പേരുമാറ്റം സംബന്ധിച്ച് ഇന്നത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ സ്കൂൾ ഗവൺമെന്റിലേക്ക് ഏറ്റെടുത്തത് അവിടുത്തെ സ്റ്റാഫ് മാനേജ്മെന്റിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാവുകയും സ്കൂളിന് ദൈനംദിന കാര്യങ്ങൾക്ക് സാധിക്കാതെ വന്നപ്പോഴാണ് സ്കൂൾ ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കാൻ അവർ സ്വമേധയെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത സ്കൂളല്ല. അപ്പൊ ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്കൂളിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ലാത്തതാണ്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ 100 വർഷം പിന്നിടുന്ന ഈ പുലിയന്നൂർ സ്കൂളിന്റെ പേര് മാറ്റിക്കൊണ്ട് അത് ഗവൺമെന്റ് UP സ്കൂൾ എന്ന പേര് മാത്രമാക്കി മാറ്റി അവർ അതിനെ പുനർനാമകരണം ചെയ്തിരിക്കുകയാണ്. ഇതിലാണ് പ്രതിഷേധമുള്ളത്. ഇത് പ്രതിഷേധിക്കാൻ കാരണമുണ്ടെന്ന് പറയാൻ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തൊട്ടടുത്ത് കിടക്കുന്ന RSRV ഹൈസ്കൂൾ, അത് ഗവൺമെന്റ് സ്കൂളാണ്. ഈ RSRV എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പേര് നാമധേയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അന്നത്തെ കാലത്ത് സ്കൂൾ വിട്ടുകൊടുത്തപ്പോ ആ സ്കൂളിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അതുപോലെ തന്നെ കൊട്ടേക്കാട് കുറ്റൂരിനടുത്ത് വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂളാണ് ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിന്റെ ഇത് ഒരു ഗവൺമെന്റ് സ്കൂളാണ്. പക്ഷെ സ്കൂളിന്റെ പേര് ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ നിരവധി സ്കൂളുകൾ, ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വലപ്പാട് വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അത് ഗവൺമെന്റ് സ്കൂളാക്കി മാറ്റി. അപ്പോഴും ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ഇതായിരുന്നു, സ്കൂളിന്റെ പേര് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ എന്നായിരിക്കണമെന്നാണ്. പക്ഷെ അവിടെയും നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ പേര് പതുക്കെ ആ സ്കൂളിന്റെ നാമധേയത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്താൻ കാരണം, ഞങ്ങള് നിലവിൽ നമ്മുടെ MLA ആയിട്ടും അതുപോലെ തന്നെ MLA മുഖാന്തരം വിദ്യാഭ്യാസ മന്ത്രിയുമായി ഈ കാര്യത്തെ പറ്റി നിവേദനം കൊടുത്തതായിരുന്നു. പക്ഷെ ഇത്രയും വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഈ കാര്യത്തെ കുറിച്ച് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു നീക്കമോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള നീക്കങ്ങൾക്ക് നടത്താൻ ഉദ്ദേശമുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ടുള്ള നടപടികളൊക്കെ? തീർച്ചയായിട്ടും ഈ സംഭവത്തില് വ്യാപകമായ പ്രതിഷേധം എല്ലാ ഇടവുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര ബോധ്യമില്ല. പക്ഷേ ചരിത്രം പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, 100 വർഷങ്ങൾക്ക് മുമ്പ് തണ്ടിലം എന്ന സ്ഥലത്തിനടുത്ത് ഉള്ള തണ്ടിലത്ത് ഇപ്പൊ ഒരു പള്ളിയുണ്ട്. ഈ പുലിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയില്ല. വേലൂർ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഒരു ക്രൈസ്തവ കൂട്ടായ്മ ഈ പുലിയന്നൂരിനടുത്തുണ്ട്. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പുലിയന്നൂരിന്റെ ഉണ്ടായിരുന്ന ക്രൈസ്തവ കൂട്ടായ്മ വണക്കമാസം, അതുപോലെ തന്നെ ജപമാല ആചരണം തുടങ്ങിയിട്ടുള്ള ക്രൈസ്തവ ആചരണങ്ങൾ അവർ ഒരുമിച്ചിരുന്ന് നടത്തുകയും പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാലയം ആരംഭിക്കുക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ വിശുദ്ധനായ ചവറ ഏലിയാസ് അച്ഛന്റെ നിർദ്ദേശങ്ങളൊക്കെ അവരെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. തീർച്ചയായും പള്ളിക്ക് മുമ്പേ പള്ളിക്കൂടം ഉണ്ടാകാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ച വിശുദ്ധനായ ചവറ ഏലിയാസ് അച്ഛന്റെ നീക്കങ്ങളോ ചിന്തകളോ അവരെ സ്വാധീനിച്ചുകൊണ്ടാകാം അവരൊരു സ്കൂൾ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ അന്നൊന്നും ഗവൺമെന്റിൽ നിന്ന് 10 പൈസ ധനസഹായമില്ല. ശമ്പളം കൊടുക്കുന്നതിനുള്ള കാര്യം സ്വന്തമായിട്ട് പള്ളിയിൽ നിന്ന് പിരിവെടുക്കണം. അങ്ങനെ നാട്ടിൽ നിന്ന് പിരിവെടുത്ത്
പിടിയേരി പിരിച്ചും മണ്ണ് ചുമന്നും സ്കൂൾ ഉയർത്തി എന്നുള്ള പണ്ട് കാലത്തെ മുദ്രാവാക്യം വളരെയേറെ പ്രസക്തമാണ്. അവർ പിരിവെടുത്തിട്ടാണ് സ്കൂൾ പണിതത്. ആ സ്കൂൾ പണിത് പിരിവെടുത്തിട്ടാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരുന്നത്. അങ്ങനെ തുടങ്ങി വെച്ചൊരു വിദ്യാലയത്തിന് സ്വാഭാവികമായും സെന്റ് തോമസ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ചരിത്രപരമായി സെന്റ് തോമസ് എന്നുള്ള പേര് ഒരു സ്വത്വബോധമാണ്. തങ്ങൾ പാലയൂർ എന്ന് പറയുന്ന സ്ഥലം ഈ കേച്ചേരിക്ക് അടുത്ത് പുലിയൂരിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ അകലെയാണ് പാലയൂര്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശനം കൊണ്ട് പൂജിതമാക്കപ്പെട്ട പാലയൂര്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പാലയൂര്, അതൊക്കെ ഈ സെന്റ് തോമസിന്റെ പേര് ഈ സ്കൂളിന് കൊടുക്കാൻ അവർക്ക് തീർച്ചയായും അവർക്ക് അത് സന്തോഷം ഉണ്ടായിട്ടുണ്ടാകാം. ആ പേരാണ് ഒരു നിമിഷം കൊണ്ട് മാറ്റിയെടുത്ത് ഗവൺമെന്റ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ തന്നെ ഒരു പരശുരാം സ്കൂള്, ആ വേലൂരിനടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂൾ ഇതുപോലെ വിട്ടുകൊടുത്താണ് ഗവൺമെന്റ്. അത് അവര് സ്വമേധയെ വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തപ്പോഴും ഒരു ഗവൺമെന്റ് സ്വമേധയല്ല, അവന് പണം കൊടുത്തിട്ടാണ് അവര് ആ സ്കൂൾ ഗവൺമെന്റ് വാങ്ങിച്ചത്. അവിടെയും ആ സ്കൂളിന്റെ പേര് മാറ്റിയില്ല. അവിടെ പരശുരാം സ്കൂൾ എന്ന പേര് പരശുരാമൻ സ്കൂൾ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത് നടന്നിട്ടും ഈ പറഞ്ഞ ഇതിനോടൊപ്പം സമാന കാലഘട്ടത്തിലാണ് 2 കൊല്ലം മുൻപാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അവിടെ ഒരു നീതി രണ്ടിടത്ത് എങ്ങനെയാണ് മറ്റൊരു തരത്തിലാവുന്നത്? അവിടെ പരശുരാം സ്കൂളിന്റെ പേര് നിലനിർത്തുക, ഇവിടെ പുലിയന്നൂര് സെന്റ് തോമസ് എന്നുള്ള പേര് മാറ്റുക. അതിന് അവര് കാരണങ്ങൾ പറയുന്നത് സ്കൂളിലെ അധ്യാപകരോട് ചോദിച്ചപ്പോ ആ അധ്യാപകരെ ആ കാര്യത്തിൽ വിരോധം പറഞ്ഞില്ല എന്നതാണ്. ആ വിരോധം പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ചരിത്ര വസ്തുതകളെ തമസ്കരിക്കാൻ ആർക്കും അധികാരമില്ല. ആരാണ് അവർക്ക് ഈ അധികാരം കൊടുത്തത്? അതുകൊണ്ട് തീർച്ചയായും ഈ സംഭവം ചർച്ചാ വിഷയമായിട്ടുണ്ട്. വേലൂർ ഫൊറോനയുടെ വികാരിയച്ഛനെ ഞങ്ങൾ കണ്ടു, വേലൂർ പള്ളികളിലെ അച്ഛന്മാരെ ഞങ്ങൾ കണ്ടു. എത്രയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായ പ്രതിഷേധം എല്ലാ പള്ളികളിൽ നിന്നും ഉയരും. ആ പ്രതിഷേധം കൊറോണ തലത്തിലേക്ക് കൊണ്ടുവരും. കൊറോണ തലത്തിൽ ഉയരുന്ന പ്രതിഷേധം ശക്തമായി സർക്കാരിനെ അത് സമ്മർദ്ദം ചെലുത്താനായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തും. എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അജണ്ട എന്ന് പറഞ്ഞ സ്വകാര്യ വിദ്യാലയങ്ങളോട് സ്വതവേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നില്ല. സ്വതവേ ഈ ഗവൺമെന്റ് എന്നുള്ള ആ പേരിൽ തന്നെ അറിയപ്പെടണം എന്നുള്ള ഒരു രാഷ്ട്രീയ ചിന്ത ഇടതുപക്ഷ ഗവൺമെന്റ് പലപ്പോഴും പുലർത്തിപ്പോരുന്നുണ്ട്. അതിനെ ചില ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ അതിന് ശക്തമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പുലിയന്നൂരിൽ നടന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ സ്കൂളിലുള്ള വളരെ ന്യൂനപക്ഷമുള്ള കുറച്ച് അധ്യാപകര്, ആ അധ്യാപക സംഘടനയാണ് ഇതിന് ശക്തമായ പ്രചോദനം കൊടുത്തത്. അപ്പോൾ അവിടുത്തെ അതിനെ ചൂട്ടുപിടിക്കാൻ അവിടെ ഒരു MLA-യും അവർക്ക് കിട്ടി. അപ്പോൾ അത് ഒരു ഇടതുപക്ഷ ഒരു ഗൂഢ അജണ്ടയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതായത് സ്കൂള് ഗവൺമെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടാൽ മതി, ഒരു സഭയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു വിശുദ്ധന്റെ പേരിലോ കഴിയുന്നിടത്തോളം ആകരുത്. ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സ്കൂളുകളെങ്കിലും പൂർണ്ണമായി. എന്നാൽ കേരളത്തിലെ തന്നെ സ്കൂളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ എത്രയോ മുസ്ലിം സ്കൂളുകൾക്ക്, മാപ്പിള സ്കൂളുകൾക്ക് ആ മാപ്പിള സ്കൂളിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരുമായി നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും അവരറിയാത്തതാണ്. അപ്പോൾ ഈ സ്കൂളിനെ ഇങ്ങനെയുള്ള കഴിയുന്ന എവിടെയെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിന് സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പുറകിലുണ്ട്. രാഷ്ട്രീയമായ അജണ്ട എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ, അതായത് പൊതു സ്കൂളുകൾ ഉണ്ടായാൽ മതി, സ്വകാര്യ സ്കൂളുകളോടുള്ള ഒരു ചിറ്റമ്മ നയം ഈ ഗവൺമെന്റ് കാലങ്ങളായിട്ട് പുലർത്തിപ്പോരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, 20,000-ഓളം അധ്യാപകരുടെ ഭിന്നശേഷിയുടെ പേര് പറഞ്ഞ് 20,000-ഓളം അധ്യാപകരുടെ നിയമനം 3-4 കൊല്ലം നീട്ടിവെച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ഒരു നയം, ആ നയം ഒരിക്കലും നമുക്ക് സ്വീകരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വ്യക്തമാണ് കാര്യങ്ങൾ. അവിടുത്തെ ജനങ്ങളുടെ ഒരു രോക്ഷം സർക്കാരിന് കാണാൻ സാധിക്കട്ടെ എന്നും അതുപോലെ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ PL ലാസർ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ് അദ്ദേഹം. വളരെ നന്ദി സർ.